ഹേ ഗായ്സ്, ഇന്ന് നമ്മുടെ പ്രഭിച്ചേന്റെ കല്യാണമാണ്. മതിരാശി മല്ലിപ്പൂ മണമുള്ള മലയാളി ചൊടിയുള്ള മണവാട്ടിയെ നിൻ പിടിവാശി അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ചെന്ന പിന്നെ പതിച്ചേ പതിച്ചേ നിന്നച്ചേ. സോ നമുക്ക് പാരന്റ്സിനെ വേദിയിൽ ക്ഷണിക്കാം. യെസ്, please give a huge applause to invite the parents of the groom, Mr. Paulos and Vincy Paulos. Please come forward for your blessings and love. നല്ലൊരു കൈയ്യടി തന്നെ കൊടുത്ത് നമുക്ക് അവരെ ക്ഷണിക്കാം. Charming sister of the groom, Mrs. Vinta Sijo, along with her cute little Nasu baby. എന്നും കണ്ടാലും അയ്യോ ഓക്കെ, ആദ്യം നമുക്ക് ആരോട് ചെയ്യണം? ഇവിടെ ചേട്ടൻ മിണ്ടരുത്, നമുക്ക് ബാക്കി രണ്ടുപേരാണ് ആൻസർ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ചേട്ടന്റെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? സൂര്യ. സൂര്യ കറക്റ്റ് ആൻസർ ആണോ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചേട്ടൻ ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? ആദ്യം മിനിറ്റിസിനോട് ചോദിക്കാം. ചേട്ടൻ പറഞ്ഞിരുന്നല്ലേ മുന്തിനം പാർത്തേന എന്ന് പറഞ്ഞ പാട്ടാണ്. ഇനി ചേച്ചിയോട് ചോദിക്കാം. അതന്നെയാണ്. അപ്പൊ ചേട്ടൻ ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടം പാടിക്കില്ലേ? മുന്തിനം പാർത്തേനെ പാതരും തോറ്റേനെ സല്ലറ കണ്ണാകെ നെഞ്ചതും തിന്നാകെ എത്ര നാളാകെ കുഞ്ഞിന പാടാമൽ പാതരും തിന്നാകെ ഇപ്പോൾ എന്നോട് വെളിച്ചം മങ്ങണ്ണ നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട പെണ്ണ്, ഭൂമി കറങ്ങി നിൽക്കണ്ട കുലുങ്ങി നിൽക്കണ്ട. ഹായ് ഗൈസ്, ഫുഡ് കഴിക്കാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ അബി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല ഫുഡ്. ഐസ്ക്രീം കഴിക്കാൻ കഴിച്ച് എന്നെ കൂട്ടാണ്ട് ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. പക്ഷെ ഇവള് ഭക്ഷണം കഴിച്ച് ഐസ്ക്രീം കഴിക്കാൻ കഴിഞ്ഞു കഴിച്ചു. എന്തൊക്കെയാണ് കഴിച്ചു നടക്കണം. ഹായ് അപ്പേ, അപ്പനെന്താ പറയാനുള്ളത്? എങ്ങനെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? തകർത്തില്ല അപ്പൻ? അപ്പന്റെ പാട്ട് സൂപ്പർ ആയിരുന്നു കേട്ടാ. ഹായ് മജ ചേട്ടാ. ചേട്ടാ ചേട്ടാ ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നമ്മ കഴിച്ചില്ല കൈസ്. കാരണം എന്താ നമുക്ക് വിശക്കണില്ല കൈസ്. സോ നമ്മ കഴിച്ചില്ല. അപ്പൊ ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചിട്ടില്ല. എന്താ കഴിക്കാത്തേ? നമ്മുടെ പരിപാടി അങ്ങനെ നമ്മ കൂടുതൽ നമ്മ ഇത് ഭംഗിയാക്കണല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യം പോലെ ഭക്ഷണം കഴിക്കാം. ന്യായം കൈസ്, ന്യായം കൈസ്. ഓക്കെ കൈസ്, അവർ സ്റ്റേജിലാണ് എന്തോ കാണിക്കുന്നത്. നമുക്ക് നോക്കിയിട്ടും വരെ എന്താണ്. നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കണത്? ചെക്കന് കൂട്ടിരിക്കണം നിങ്ങള്? ഓ ചേട്ടാ ഭയങ്കര ഹാപ്പി ആണ്. ചേട്ടൻ എന്താ പറയാനുള്ളത് കല്യാണം കഴിച്ചോണ്ട്? പറ
നീ പറ എത്ര വയസ്സിലാണ് നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം? ഇങ്ങനെയാണോ? എത്ര വയസ്സിലാണ് നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം? 28ാമത്തെ വയസ്സിലാണ് നിനക്കിപ്പോ എത്ര വയസ്സായി? 19 വയസ്സാണ്. കറക്റ്റായി പ്ലാനിങ് ഉണ്ട്. അപ്പൊ നിനക്ക് കറക്റ്റായി പ്ലാനിങ് ഉണ്ട്. ചെക്കന്റെ പേരെന്താ? ചെക്കന്റെ പേര് അത് ഫ്യൂച്ചറിലല്ലേ ഗൈസ്. ഞാൻ അറേഞ്ച്ഡ് മാരേജ് ഉദ്ദേശിക്കുന്നത്. അറേഞ്ച്ഡ് മാരേജ് എന്ന് ഉറപ്പാണോ? ഇത് എടുത്തു വെച്ചോട്ടോ, ഇനി ആവശ്യം വരും. ഇനി എങ്ങനെ ലവ് മാരേജ് വന്നു. ചേട്ടൻ പറ, ചേട്ടൻ എന്താ പറയാനുള്ളത്? എന്നാലും അങ്ങനല്ല ചേട്ടൻ. ഇന്നത്തെ ഡേയിനെ കുറിച്ച് ചേട്ടൻ പറ. ഹാപ്പിയാണ്. ചേട്ടന്റെ പാട്ട് സൂപ്പർ ആയിരുന്നു കേട്ടാ. മേക്കപ്പ് കുറച്ചില്ലേ? പക്ഷെ ഇന്ന് സെറ്റ് ആയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, അന്നത്തെക്കാളും മേക്കപ്പിനേക്കാളും സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, വെളുത്ത് സുന്ദരനായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ശൽജൻ ചേട്ടൻ. ഇൻട്രോവേർട്ടാണോ? എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്ക്. പോർക്ക് ഇത് രണ്ടും നല്ലതാണ്. ഇതാണ് ഇപ്പൊ കഴിച്ചത്. ഇത് കഴിക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ കണ്ടിട്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ പള്ളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടിന് വന്നേക്കാണ്. അപ്പോൾ എന്താ, നമ്മൊരു ട്രാൻസിഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാൻസിഷൻ വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കണ്ടേ, അത് മറന്നു ഞങ്ങൾ എടുക്കാൻ. അപ്പോൾ ഇപ്പോഴാണ് ഓർത്തത്. എന്നാൽ പിന്നെ ഇപ്പം തന്നെ ഞങ്ങൾ എടുത്തേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ ചെക്കനും പെണ്ണാണെങ്കിൽ അവിടെ ഫോട്ടോഷൂട്ടാണെന്നാണ് പറഞ്ഞത്. മറ്റേ സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ അവിടെ ആയിട്ട്. ഇത് കണ്ട സ്ഥലം സൂപ്പർ സ്ഥലമാണ് ഗൈസ്. അപ്പം അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നിന്നച്ച സ്ഥലം അപ്പുറത്താണ്. ഇനി അവിടെ തന്നെ വെച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ല വേറൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അവിടെ വെട്ടമുള്ള സ്ഥലത്ത് നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അതേ അങ്ങോട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. ഞാനിങ്ങനെ നേരെ നടന്നു. ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഷോളുണ്ട്. പക്ഷെ എന്താ, നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതി പിടിച്ചാൽ നിൽക്കാത്ത തുണിയാണ് ഗൈസ്. അതൊക്കെ എടുക്കാനൊന്നും പറ്റില്ല. ഞാനതൊക്കെ കൂടി വലിച്ചെറിഞ്ഞാണ് കളഞ്ഞത് ഗൈസ്. അപ്പോൾ അവരവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിച്ചിട്ട് മിസ് പറഞ്ഞു. സൂപ്പറാണ് ബെഡ്റൂം ഗൈസ്. ഇവരാണ് ഒരുക്കിയത് ഗൈസ്. പെട്ടെണീറ്റോ, എണീക്ക്. ഡ്രസ്സ് മാറുമ്പോഴേക്കും ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണം ഗൈസ്. നല്ല ഭംഗിയുണ്ടിട്ടാ കാണാനായിട്ട് ഗൈസ്. നിജോ ചേട്ടനും കൂടെ ഉണ്ട് ഇതിനകത്ത്. നിജോ ചേട്ടൻ ഗൈസ് ഇവിടെ സെറ്റാക്കി സൂപ്പറാക്കിയിട്ടുണ്ട് ഗൈസ്. ഇൻസ്റ്റിച്ച് എന്താ ചെയ്യണത്? നമ്മൾ മണിയറ കാണിച്ചു കൊടുത്തു. ഇത് എന്താ സംഭവം? മണിയറയ്ക്ക് വേണ്ടിയുള്ള ഡെക്കറേഷൻ. ഓ മൈ ഗോഡ്, എന്തൊക്കെ ഡെക്കറേഷൻ ആണ് ഗൈസ് ഇത്. കാണിച്ചെടുത്ത് അവസാനം ബിരിജി റൂമിൽ വെച്ചോ.